ഇവിടാണെന്നാണല്ലോ പറഞ്ഞത്. ചേച്ചി പൗഡർ വേണോ? വേണ്ട, ഞാൻ പൗഡർ ഇടാറില്ല. സ്പ്രേയോ? ഇല്ല, ഞങ്ങൾക്ക് സ്പ്രേ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചേച്ചി മണക്കുന്നുണ്ടല്ലോ. അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരാൾ എന്നെ തട്ടിയതാ. ശല്യം ചെയ്യല്ലേ, അകത്ത് ബിഗ് ബോസിന്റെ സ്ട്രാറ്റജി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. Sir, may I come in? സമയം ഇപ്പോൾ 10:45 ആയില്ലയോ? എന്താ താമസേ? അയ്യോ, സ്പ്രേ അടിച്ചോണ്ടിരുന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. അയ്യോ, സ്പ്രേ അല്ല. ഇരി. ഒരു കുരുവി പറക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളല്ലാതാവണം. നമ്മൾ അവിടെ കാല് കുത്തുന്നിടം തൊട്ട് എങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ മറ്റാരെങ്കിലുമാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിലും അത് നിങ്ങളുടെ പ്രശ്നമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അത് ഊതിപ്പെരിപ്പിച്ച് കണ്ടന്റ് ആക്കണം. ഒരുപക്ഷെ ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവനെ നൊമ്പിച്ചെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടാന്ന്. അകത്തായോണ്ട് ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നാട്യമല്ല ആയിരിക്കണം, മയത്ത് കൊണ്ട് പള്ളി പറമ്പി പോയനെ. വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? ബിഗ് ബോസ് ഉണ്ടായ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സ്ട്രാറ്റജി ഉണ്ട്, ലവ് സ്ട്രാറ്റജി. ലവ് സ്ട്രാറ്റജി ഒരു ഉണക്കമീൻ പോലെ കറക്റ്റായിട്ട് തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അറിയാതെ അങ്ങനെ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര നാറ്റമായിരിക്കും. അങ്ങ് ചെന്നിട്ട് മതി. അതെ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് എന്ന് നല്ലതാണ് കുട്ടി, ചോദിക്കൂ. രാത്രി ക്യാമറ ഓൺ ആയിരിക്കുമോ? ഇല്ല, രാത്രി കഴിയുമ്പോഴേ ക്യാമറ കണ്ണ് കഴിക്കും, കുറച്ച് കണ്ണ് അടച്ചോണ്ടിരിക്കും. പിന്നെ ഇഡിബോസിൽ മാത്രം യൂസ് ചെയ്യേണ്ട പ്രത്യേകതരം വാക്കുകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫിസിക്കൽ അസോൾട്ടിങ്, കൺഫെഷൻ റൂം, പിന്നെ ഡെയിലി ടാസ്ക്, വീക്ക്ലി ടാസ്ക്, ക്യാപ്റ്റൻസി ടാസ്ക്, സ്പോൺസർഡ് ടാസ്ക്. സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻകം ടാക്സിന്റെ കൂടെ ഇത് വരുമായിരിക്കും അല്ലേ? ഇനി അവിടെ ചെന്നാ ഞാനല്ല എല്ലാ എണ്ണത്തിനെ രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കും. ഈ സീസണിലെ ഇടിബോസ് സതീശിനുള്ളതാ, സതീശിന്. പിന്നെ അവിടെ ചെല്ലുമ്പോ ഈ പാട്ടും കോമഡി ഒക്കെ ഉണ്ടെങ്കിലേ തട്ടിക്കോണം, പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ പാട്ട്, അത് ഞാനൊരു പൊളിക്കും. പിന്നെ കോമഡി അതും എന്റെ കയ്യിൽ ഭദ്രം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ജയിച്ചു വാട്ടോ. എല്ലാവർക്കും ഇടിബോസ് സീസൺ 6ലേക്ക് സ്വാഗതം. രാവിലെ 8 മണി. അങ്ങനെ എഴുന്നേറ്റല്ലേ? ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഉറങ്ങിയതേ ഇല്ല. എന്തോടെ പ്രശ്നം? പറവളെ ഇവൻ എന്തോ ചെയ്തേ? പറ എന്നോട് പറ. ഉറങ്ങിയോന്നൊന്ന് ചോദിച്ചതാ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്ന് പോയി തരാമോ? ഓ അതായിരുന്നു. എന്തേലും പ്രശ്നമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. കൗളിൽ തുമ്പിൽ കാത്തിരുന്ന കൺമണി, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, പോയതെന്തിനോ. ബാഗിനകത്ത് വിഷം വല്ലതും ഉണ്ടായിരുന്നു, ചായക്കകത്ത് ഇട്ട് കൊടുത്ത് അവനെ കൊല്ലായിരുന്നു. ഇടിബോസ് ഓൾറെഡി പാട്ടിട്ടായിരുന്നല്ലോ, ഒന്ന് മിണ്ടാതിരിക്കുവോ? ഞാൻ ഇച്ചിരി ഒരു ചപ്രയുടെ കൂടെ ഒന്ന് ഇരുന്നോട്ടെ. മക്കളെ, നിങ്ങളൊക്കെ എന്റെ സ്വന്തം പെങ്ങന്മാര്. മാനുവേ, സ്റ്റൗവിന്ന് സിഗരറ്റ് കത്തിച്ചു. പോയി ചോദിക്ക്, പ്രശ്നം ഉണ്ടാക്ക്. കത്തിച്ചോ? ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച ആര് സമാധാനം പറയും? 17 പേരുടെ ജീവനല്ലയോ? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്നാലും അവരെനിക്കിന്ന് രാവിലെ താമസിച്ചാരായെന്ന് എന്താ എല്ലാരും എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഷിൻഡോണ്ണനെ കണ്ടോ? കട്ട കലിപ്പ് മനുഷ്യനാ. ആരും കണ്ടില്ല, ഞാൻ പേടിച്ച് വരണ്ട.
ആശിന്റെ ചേട്ടാ. ആ പോടാ 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 പോ. ഭാഗ്യം പോയി. ചപ്പാത്തി തീർന്നു. ഇന്നലത്തെ ഉപ്പുമാവ് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ സ്റ്റൗവിൽ നിന്ന് സിഗരറ്റ് കത്തിച്ചോ? ഈ ഇടിബോസ് ഹൗസ് കത്തിപ്പോത്തില്ലായിരുന്നു. ഞങ്ങൾ 17 പേരുടെ ജീവൻ പോത്തില്ലായിരുന്നു. ഞാൻ അറിയാം നീ ഇങ്ങനെ ഒന്നും എനിക്ക് പറയണം. ഞാൻ ഇങ്ങനെ പഠിക്കാം. നീ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇടിബോസ് എന്നെ കൊങ്കണിയിൽ തന്തയ്ക്ക് വിളിക്കുന്നു. ഓ, ഇത് ഇടിബോസ് മലയാളം തന്നെയാണോ? ഒറ്റ ഒരെണ്ണത്തിന് മലയാളം അറിയത്തില്ല. കണ്ടോ അയാളുടെ ഓരോരോ ഫലിതങ്ങളെ. എന്തോന്ന് പലിതവോ? ഫലിതം. അതെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നതൊന്നും പുള്ളിക്കാരൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് വിളക്കിയാലോ? ശ്രദ്ധിക്കണം, ദേഷ്യം എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതല്ലേ. അത് കാണിക്കാതിരിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം.